വീണ്ടും ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് ഉടൻ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെടും. തത്സമയ ദൃശ്യങ്ങൾ. കൊല്ലം ചെറുക്കര സ്വദേശി ഷിബുവിൻ്റെ ത്വക്ക് ഉൾപ്പെടെ 7 അവയവങ്ങളാണ് പുതുജീവൻ നൽകുക. കേരളത്തിൽ ആദ്യമായാണ് ത്വക്ക് ദാനം ചെയ്യുന്നത്. ഇരുവൃക്കകളും കരൾ, നേത്രപടലങ്ങൾ എന്നിവയും ദാനം ചെയ്യും. ഏതായാലും സമാനതകളില്ലാത്ത ആ ഒരു നന്മയുടെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി ഉടൻ പുറപ്പെടും. ഈ എയർ ആംബുലൻസ് അതിൻ്റെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുക്കങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് യാത്ര പുറപ്പെടുക. കൊല്ലം ചെറുക്കര സ്വദേശി ഷിബുവിൻ്റെ ത്വക്കുൾപ്പെടെ 7 അവയവങ്ങളാണ് പുതുജീവൻ നൽകാൻ പോകുന്നത്. ഹൃദയത്തുടിപ്പുമായാണ് എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ യാത്ര പുറപ്പെടുക. എയർ ആംബുലൻസിലാണ് യാത്ര. ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നത്. അവയവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ പുറപ്പെടുക. വീണ ചേരുകയാണ് വിവരങ്ങളുമായി. വീണ, എയർ ആംബുലൻസിലാണ് ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എത്രത്തോളമായി? അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തന്നെ ഗ്രൗണ്ടിൽ എയർ ആംബുലൻസ് എത്തിയിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഷിബുവിന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ വേർതിരിക്കുന്നതിന് ശസ്ത്രക്രിയയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10:15 ആരംഭിച്ച ശസ്ത്രക്രിയകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 അവയവങ്ങളാണ് ഇത്തരത്തിൽ പലർക്കായിട്ട് ദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ 7 പേർക്കായിരിക്കും പുതുജീവനത്തിൽ പലർക്കായിട്ട് ദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ 7 പേർക്കായിരിക്കും പുതുജീവൻ ഷിബു ഏകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ത്വക്കടക്കം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ദാനം ചെയ്യുന്ന എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ജില്ലാതലത്തിൽ ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റക്രിയ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ള സവിശേഷതയും ഈ ഒരു അവയവദാനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഹൃദയം, അതുപോലെ തന്നെ കരൾ, നേത്രപടലങ്ങൾ, ത്വക്ക് ഉൾപ്പെടെ 7 അവയവങ്ങളാണ് ശസ്ത്രക്രിയ നടക്കുക. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വാഹന അപകടം നടക്കുന്നത്. ഈ വാഹന അപകടത്തിലാണ് ഷിബു ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞതും. ആ ഒരു വേദനാഘട്ടത്തിലും കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനും ഒരു ഏകോപനവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ മറ്റ് കേരളത്തിലെ തന്നെ വിവിധ ഇടങ്ങളിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കരൾ, അതുപോലെ തന്നെ ത്വക്ക്, ഹൃദയം, നേത്രപടലങ്ങൾ ഒക്കെയാണ് ദാനം ചെയ്യുന്നത്. ഈ ഹൃദയം കൊച്ചിയിലെ ഹയാത്തിലായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ടിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചി ഹയാത്തിലെത്തിക്കും. ഹയാത്തിൽ നിന്നാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടക്കുക എന്നുള്ളതാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അവിടെ നടക്കും. തുടർന്ന് ദുർഗ കാമി എന്ന പെൺകുട്ടി അപൂർവമായിട്ടുള്ള ഹൃദയരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കാണ് ഷിബുവിൻ്റെ ഹൃദയം കിട്ടുക എന്നുള്ളതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിലും, അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തെയും ജില്ലകളിലടക്കം ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്നവരുടേക്കും അവയവങ്ങൾ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11:40 കൂടിയാണ് എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തിക്കുന്നത്. ഇവിടെ ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷം ഈ അവയവങ്ങൾ ഇവിടെ നിന്ന് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് തൊട്ടപ്പുറത്തെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കും. ആ ഗ്രൗണ്ടിൽ നിന്നാണ് എയർ ആംബുലൻസ് മാർഗം
കൊല്ലത്തേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കുമൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹൃദയമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളും ഒരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കൊച്ചിയിൽ കരൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. കാരണം ഹൃദയം സ്വീകരിക്കുന്ന ആളിൻ്റെ ആരോഗ്യനിലയും അതീവ ഗുരുതരമായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഹൃദയം കൊണ്ടുപോകുന്ന സമയവും ആ സമയനിഷ്ഠ അനുസരിച്ച് തന്നെയായിരിക്കും സ്വീകർത്താവിൻ്റെയും ശസ്ത്രക്രിയ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരത്തിൽ അത്ര പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ത്വക്ക് ഇവിടെ തന്നെ തിരുവനന്തപുരത്തെ തന്നെ സ്കിൻ ബാങ്കിൽ തന്നെ ഇത് സൂക്ഷിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്വീകർത്താവിനെ കണ്ടെത്തുകയും തുടർന്ന് അദ്ദേഹത്തിന് ഇത് ദാനം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.